വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വസുമതി ചെയ്യുന്ന നല്ല പ്രവൃത്തിയെ തിരിച്ചങ്ങ് നേരെ ആക്കുകയാണ് സുസ്മിത പറഞ്ഞിരുന്നത്. അന്നേരം കരിങ്കോഴിയൊക്കെ അറുക്കുന്നത് ദുഷ്കർമ്മങ്ങൾ തന്നെയാണ്, അതിൻ്റെ ഫലം പ്രീതിക്കാണ് കിട്ടുക. പിന്നെ പഞ്ചകൈലാസത്തിൽ ആ യന്ത്രം സ്ഥാപിച്ചിരുന്നെങ്കിൽ പ്രീതിക്കൊന്നും സംഭവിക്കില്ലായിരുന്നു. ശാലിനിയുടെ ഉപേക്ഷ കൊണ്ട് അതും സാധിച്ചില്ല. പിന്നെ ശാരദാമ്മയ്ക്കും അതിൽ പങ്കുണ്ടെന്ന് ബോധ്യമായില്ലേ? ശാരദാമ്മ വിചാരിക്കുന്നത് ശാലിനിയെ ഭാമാൻ്റി ഇവിടെ വെച്ച് പീഡിപ്പിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രീതിയോടും അവർക്കൊരു ദേഷ്യമുള്ളത്. പിന്നെ അവരെല്ലാവരും ചേർന്ന് ആൻറ്റിയെ മണ്ടിയാക്കുകയാണ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ശാലിനിക്കെതിരെയും ശാരദാമ്മയ്ക്കെതിരെയും ഒക്കെ അങ്ങ് ഏഷണി കയറ്റുകയാണ്. അതൊക്കെ ഒരു മരം അണ്ടിയെ പോലെ സത്യഭാമ നിന്നങ്ങ് വിശ്വസിക്കുകയാണ്. തുടർന്ന് വീണ്ടും സുസ്മിത പറയുന്നുണ്ട്, പ്രീതിയെ 2 കൈ നീട്ടി ഭാമാൻ്റി ഇറക്കി വിട്ടപ്പോൾ ശാരദാമ്മ സ്വീകരിച്ചില്ലേ, അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, സത്യാമ്മയും പ്രീതിയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ്. പിന്നെ പ്രസവം എടുത്തു എന്നുള്ളൊരു കേമത്വവും, അത് പിന്നെ ആൻറ്റി പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ AC റൂമിൽ പ്രസവിക്കേണ്ടതല്ലായിരുന്നു ആൻറ്റിയുടെ മകള്. അത് പോരാഞ്ഞിട്ട് ഒരു പാലക്കെട്ടിനടിയിൽ 2 കീറ തുണിയൊക്കെ പുതച്ച്, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇതൊക്കെ ദേഷ്യം കൊണ്ട് തന്നെയാണ് ചെയ്തത്. ശാരദാമ്മയ്ക്ക് പിന്നെ പ്രീതിയോട് അല്പമെങ്കിലും സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവസാന നിമിഷം ഹോസ്പിറ്റലിൽ എത്തിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. അവസാനം എങ്ങനെയോ അതങ്ങ് കുഞ്ഞിന് ജീവൻ കിട്ടി. അവസാനം രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ നിന്നില്ല സത്യാമ്മയെന്നും പറഞ്ഞ് കൈ മലർത്തിയിരുന്നെങ്കിൽ പ്രീതിയുടെ ജീവന് ആരും ഉത്തരം പറയായിരുന്നു. അതൊക്കെ സത്യാമ്മ ഭാമാൻ്റി ഇതൊന്നും തിരിച്ചറിയാതെ അവരെ 2പേരെയും കെട്ടിപ്പിടിക്കുന്നു, പുഷ്പവൃഷ്ടി നടത്തുന്നു, പിന്നെ താക്കോൽ ദാനം, ഇതൊക്കെ ആൻറ്റിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും കൂടി ചേർന്ന് ആൻറ്റിയെ പറ്റിക്കുകയാണ്. പിന്നെ ദേ ഇരിക്കുന്നു വേറൊരു ഐറ്റം എന്ന് പറഞ്ഞ് വസുമതിയെ ചൂണ്ടി കാണിക്കുകയാണ്. ഇവർ പിന്നെ നൂലുകെട്ടിന് വന്ന് കുഞ്ഞിനെ ഓമനിച്ച് പോയത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഭാമാൻ്റിയുടെ വീട്ടിൽ എന്തൊക്കെ രഹസ്യങ്ങൾ നടക്കുന്നു എന്നറിഞ്ഞ് ആൻറ്റിയെ കുത്തുവാളെടുത്ത് മുടിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അവർ നടക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എല്ലാം അങ്ങ് സത്യമാണെന്ന് സത്യഭാമ അങ്ങ് വിശ്വസിക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടു കൂടി വസുമതി എന്ന് ഉറക്കി വിളിക്കുമ്പോഴാണ് വസുമതിയും ചിത്രയും കൂടി അവിടെ നിൽക്കുന്ന ഭാമയും സുസ്മിതയും കാണുന്നത്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി സത്യഭാമ വസുമതി അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് ദേഷ്യത്തോടെ സത്യഭാമ ചോദിക്കുകയാണ്, ആർക്ക് വേണ്ടിയാണ് നീ ഇവിടെ ക്ഷുദ്രകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഇതുവരെയും ഭാമയെ ദ്രോഹിച്ച് മതിയായില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം എൻ്റെ മൗനവ്രതം അവസാനിപ്പിക്കാനുള്ള ശ്രമമായിരിക്കും ഇതെന്ന് വസുമതി ചിന്തിക്കുകയാണ്. വസുമതിയുടെ മനസ്സിൽ അന്നേരം ദേഷ്യമൊന്നും വരുന്നില്ല. അതേസമയം ചിത്ര പറയുന്നുണ്ട്, ഇവിടെ ആരും ക്ഷുദ്രകർമ്മമൊന്നും ചെയ്യുന്നില്ല, അമ്മ വ്രതത്തിലാണ്, ശല്യപ്പെടുത്തരുതെന്ന്. അന്നേരം പിന്നെ കരിങ്കോഴി അറുക്കലും നട തുറക്കലും ഒക്കെ പിന്നെ ആർക്ക് വേണ്ടിയാടി ചെയ്യുന്നത് എന്നിങ്ങനെ സത്യഭാമ ചോദിക്കുമ്പോൾ സംശയം എന്താ, നിങ്ങളുടെ മകൾക്ക് വേണ്ടി തന്നെ എന്നിങ്ങനെ പറയുകയാണ്. തുടർന്ന് അന്നേരം സത്യഭാമ ഒന്ന് അമ്പരക്കുകയാണ്. തുടർന്ന് സുസ്മിത ചിന്തിക്കുന്നുണ്ട്, വാക്കുകൾക്കിടയിൽ പൂരിപ്പിക്കാനുള്ളതൊക്കെ ഞാൻ നേരത്തെ ആൻറ്റിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന്. തുടർന്ന് ആരെ കുളിപ്പിച്ച് കിടത്താനായി നീ വീണ്ടും ഇവിടെ വ്രതം എടുക്കുന്നത്? മര്യാദയ്ക്ക് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റോ, ഇല്ലെങ്കിൽ നിന്റെ നടു ഞാൻ തല്ലിപ്പൊളിക്കും എന്നൊക്കെ പറഞ്ഞങ്ങ് സത്യഭാമ ചൂടാകുകയാണ്. അന്നേരം ചിത്ര പറയുന്നുണ്ട്, ഇവിടെ അമ്മ വ്രതത്തിലാണ്, നിങ്ങൾ ചുമ്മാതിരിക്കുന്നൊക്കെ പറയുമ്പോൾ നീ എൻ്റെ നേരെ ഒന്ന് സംസാരിക്കാനായിട്ട് വരണ്ട, ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ നേരെ തർക്കിക്കരുതെന്നല്ല, ഞാൻ കൈയോങ്ങി ഒന്ന് തന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് സത്യഭാമ ദേഷ്യപ്പെടുകയാണ്. അന്നേരം വസുമതി ചിന്തിക്കുകയാണ്, അവരുടെ മകൾക്ക് വേണ്ടി ഞാനിവിടെ വ്രതമെടുത്തിരിക്കുമ്പോൾ അവളെ എൻ്റെ മകൾക്ക് നേരെ ചാടിക്കടിക്കുന്നു എന്നും പറഞ്ഞ് അവസാനം ദേഷ്യത്തോടു കൂടി വസുമതി അങ്ങ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, കരിങ്കോഴി അറുക്കലും നട തുറക്കലും ഒക്കെ ചെയ്തത് നിന്റെ മകൾക്ക് വേണ്ടി തന്നെയാണ് എന്നിങ്ങനെ വസുമതിയും പറയുന്നുണ്ട്. അന്നേരം സത്യഭാമ പറയുകയാണ്, അതെ അതെനിക്ക് ബോധ്യമായി, ഒരിക്കൽ എൻ്റെ മകളെ നീ ഹേമലതയെ കൊണ്ട് കൊല്ലിക്കാൻ നോക്കിയല്ലേ, ഇപ്പോഴും നിന്റെ ചിന്ത തെക്കുംകൂർ കോവിലകത്തെ മകളുമായിട്ടുള്ള കല്യാണമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ വസുമതി അങ്ങ് തുറന്നടിക്കുകയാണ്. സമയം സുസ്മിത ചിന്തിക്കുന്നുണ്ട്, അതെ ഞാൻ ജയിച്ചിരിക്കുകയാണ്, വസുമതിയെ കൊണ്ട് തന്നെ പ്രീതിയുടെ കാര്യം സത്യഭാമയോട് പറയിപ്പിക്കുമെന്ന്. തുടർന്ന് വസുമതി പറയുകയാണ്, അല്പമെങ്കിലും ജീവനുള്ള നിന്റെ മകളുടെ ശരീരത്തിൽ കുറച്ചുകൂടി ജീവൻ ശ്വാസം പിടിച്ചു നിർത്താൻ വേണ്ടിയാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ സത്യഭാമ അങ്ങ് അന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം പ്ലാൻ വിജയിച്ചു എന്ന മട്ടിൽ സുസ്മിതയെ നിൽക്കുകയാണ്. എൻ്റെ മകൻ്റെ ചോരയിൽ ഒരു കുഞ്ഞ് പിറന്നപ്പോഴും ഞാൻ മാറി, പക്ഷെ നിനക്കൊരു മാറ്റവുമില്ലല്ലോ. മകള് തലയ്ക്ക് ക്ഷതമേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ശരീരം പോലും അനക്കാൻ വയ്യാതെ ബോധമില്ലാതെ കിടക്കുമ്പോൾ ഒരമ്മയുടെ നാവിൽ നിന്നും ഇങ്ങനെയൊക്കെ തന്നെ വരണം, അല്പം പ്രാർത്ഥനയൊക്കെ ആകാം എന്നൊക്കെ പറയുമ്പോൾ വസുമതി നീ എന്തൊക്കെയായി പറയുന്നതെന്നും പറഞ്ഞ് സത്യഭാമ നിൽക്കുകയാണ്. അന്നേരം സുസ്മിത ഒന്നും മിണ്ടുന്നില്ല. തുടർന്ന് വസുമതി വീണ്ടും പറയുന്നുണ്ട്, നീ പോയി കരുണ ഹോസ്പിറ്റലിലേക്ക് പോയി നോക്ക്, അവിടെ ഒരു വെട്ടിയിട്ട വാഴത്തണ്ട് പോലെ നിന്റെ മകൾ കിടപ്പുണ്ടെന്ന്. അന്നേരം
അങ്ങ് ദേഷ്യപ്പെടുകയാണ് സത്യഭാമ. എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കരുണ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പോകുന്നത്, പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നീ പറയുന്ന കാര്യങ്ങൾ കള്ളമാണെന്ന് തെളിഞ്ഞാൽ പിന്നെ നിനക്ക് മൗനവ്രതം പിന്നെ നടത്തേണ്ടി വരില്ല, ആ നാവ് ഞാൻ വലിച്ചു കഴിച്ച് പുറത്തേക്കിടും എന്നൊക്കെ നീ നോക്കിക്കോ എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി സത്യഭാമ പോവുകയാണ്. അന്നേരം പോയി നോക്കടിയെന്ന് ഇങ്ങനെ വസുമതി പറയുകയാണ്. തുടർന്ന് വാ മോളെ എന്നും പറഞ്ഞ് സുസ്മിതയും വിളിച്ചുകൊണ്ട് സത്യഭാമ പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക്. തുടർന്ന് നിന്നങ്ങ് വിറയ്ക്കുകയാണ് വസുമതി പറയുന്നുണ്ട്, എൻ്റെ മൗനവ്രതം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, എടുത്ത വ്രതം മുടക്കണമെങ്കിൽ വസുമതി വേറെ ജനിക്കണം എന്നിങ്ങനെ പെട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ചിത്ര ചോദിക്കുകയാണ്, അപ്പോൾ ആരാ ഇവിടെ വ്രതത്തിൽ എന്നിങ്ങനെ ചിത്ര ചോദിക്കുന്നുണ്ട്. അയ്യോ ഞാൻ മിണ്ടിപ്പോയല്ലേ, 2 കവളത്ത് ഇങ്ങനെ കൈകൊണ്ടടിച്ചിട്ട് പറയുകയാണ്, അയ്യോ ഞാൻ മിണ്ടിപ്പോയി, ഇതൊന്നും സത്യമേ അറിയിക്കില്ലെന്ന് ഞാൻ അർജുന് വാക്ക് കൊടുത്തതാണ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെടിയെന്നും പറഞ്ഞ് നിനക്കെന്നെ ഓർമ്മിപ്പിച്ചുകൂടായിരുന്നോ എന്നൊക്കെ വസുമതി ചിത്രയോട് ചോദിക്കുകയാണ്. അന്നേരം ആ ഫ്ലോ അങ്ങ് പോകണ്ടെന്ന് കരുതി, അമ്മ പറഞ്ഞോട്ടെ എന്ന് ഞാൻ കരുതിയെന്ന്. അന്നേരം അവളുടെ ഒരു ഫ്ലോ, ഇനിയിപ്പം പെട്ടെന്ന് വാ എന്ന് പറഞ്ഞ് ചിത്രയെ വിളിക്കുകയാണ്. അന്നേരം എങ്ങോട്ട്, മൗനവ്രതവും തപസ്സും വേണ്ടേന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ഇനി മുറിഞ്ഞില്ലേ, നമുക്ക് പെട്ടെന്ന് കരുണ ഹോസ്പിറ്റലിലേക്ക് പോകാം, അല്ലെങ്കിൽ അവിടെ സത്യഭാമ ബാക്കി വെച്ചേക്കില്ല, വാ പെട്ടെന്ന് പോകാമെന്നും പറഞ്ഞ് ചിത്രയെ വിളിച്ചുകൊണ്ട് വസുമതി സത്യഭാമയ്ക്ക് മുന്നേ ഹോസ്പിറ്റലിൽ എത്താനായിട്ട് പോവുകയാണ്. ഇതേസമയം ഹോസ്പിറ്റലിൽ പ്രീതിയുടെയും അർജുൻ്റെയും അടുത്തേക്ക് കുഞ്ഞിനെയും കൊണ്ട് ശാലിനിയും വിഷ്ണുവും വരികയാണ്. അന്നേരം പ്രീതിക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ശാലിനി ചോദിക്കുമ്പോൾ ഇതുവരെ മാറ്റമൊന്നുമില്ല, കുറേ ടെസ്റ്റുകളൊക്കെ നടത്തി റിസൾട്ടൊന്നും വന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം കുഞ്ഞിനെയൊക്കെ അർജുൻ വാങ്ങുന്നുണ്ട്, അതൊക്കെ പ്രീതി കണ്ണു തുറന്ന് ഇങ്ങനെ കിടക്കുകയാണ്. തുടർന്ന് വിഷമത്തോടെ നിൽക്കുന്ന വിഷ്ണു ആണെങ്കിൽ പ്രീതിയുടെ തലയിലേക്ക് തലോടിയിട്ട് ആ ബെഡിൽ പ്രീതിയുടെ അടുത്തേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് കൈ ഇങ്ങനെ, പ്രീതിയുടെ ഒരു കൈ ഇങ്ങനെ തൻ്റെ 2 കൈകളിലേക്കും എടുത്ത് ഇങ്ങനെ വെച്ച് തലോടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അർജുൻ പറയുകയാണ്, പ്രീതിക്കും കുഞ്ഞിനും രോഹിത്തിനും അപകടം സംഭവിച്ചത് യാദൃച്ഛികമായിട്ടല്ല, ഇവർക്ക് 3 പേർക്കും അപകടം നടക്കണം എന്നാഗ്രഹിച്ച ഒരാൾ നമ്മുടെ കൂടെ പഞ്ചകൈലാസത്തിലേക്ക് വന്നിരുന്നു, നമ്മൾ 6 പേരിൽ ഒരാൾ എന്നിങ്ങനെ പറയുമ്പോൾ അർജുനൻ അന്തം വിട്ട് നിന്നിട്ട് സുസ്മിത എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അതെ അവൾ തന്നെ എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അപ്പോൾ അവളുടെ മാറ്റമൊക്കെ രോഹിത്തിനെ കൂടാതെ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞതോ എന്നൊക്കെ അർജുൻ ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ അവളുടെ വെറും അഭിനയം മാത്രമായിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവളുടെ വിശ്വരൂപം പുറത്തെടുത്തു എന്ന് പറഞ്ഞ് പത്മാവതിയുടെ വീട്ടിലെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശാലിനി അർജുനോട് പറയുകയാണ്. തുടർന്ന് കാറിൽ വെച്ച് ശാലിനിയോട് പറഞ്ഞതും വീട്ടിലെത്തിയപ്പോൾ പിന്നീടും സങ്കടം അഭിനയിച്ചതും ഒക്കെ ആയ കഥകളൊക്കെ ശാലിനി അർജുനോട് പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു പറയുകയാണ്, അവിടെ വെച്ച് തന്നെ സുസ്മിതയെ പോലീസിന് കാട്ടിക്കൊടുക്കേണ്ടതായിരുന്നു, അപ്പോൾ പോലീസുകാർ അവളെ കൊണ്ടുള്ള സത്യം മുഴുവൻ പറയിച്ചേനെന്നിങ്ങനെ വിഷ്ണു ദേഷ്യത്തോടെ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അതെങ്ങനെയാണ് വിഷ്ണു ഏട്ടാ, പ്രീതിയുടെ കാര്യം വന്നപ്പോൾ എല്ലാവരുടെയും ശ്രദ്ധ പിന്നെ അതിലേക്കായില്ലേ, അതിനിടയിൽ അവൾ നന്നായിട്ട് അഭിനയിക്കുകയും ചെയ്തു, പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവളുടെ തലയ്ക്ക് മുകളിൽ സത്യാമ്മയുടെ ഒരു കുട കാണും എന്ന് അവൾ വിചാരിച്ചു, അത് ഉറപ്പാണല്ലോ, പിന്നെ എന്തെങ്കിലും തെളിവില്ലാതെ സത്യാമ്മയുടെ മുമ്പിൽ പറയാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരം വിഷ്ണുവും പറയുന്നുണ്ട്, അതെ അമ്മ ഈ കാര്യത്തിൽ ഇടപെട്ട സ്ഥിതിക്ക് മതിയായ തെളിവുകൾ ഉണ്ടായേ മതിയാകൂ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അതവൾ നമുക്ക് നേരെ തന്നെ തിരിപ്പിക്കുകയും ചെയ്യും, അതല്ലേ പ്രീതിയുടെ കാര്യത്തിലും സംഭവിച്ചത് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അർജുൻ പ്രീതിയുടെ കാര്യത്തിലോ അതെന്താണെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സിദ്ധൻ ജപിച്ചെന്ന യന്ത്രമല്ല, അവൾ പകരം വേറെ യന്ത്രമാണ് മാറ്റിവെച്ചത്, അതും കൊണ്ടാണ് നമ്മൾ പോയത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അതെല്ലാവരും അറിഞ്ഞില്ലേ, കണ്ടുപിടിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം സംഭവമൊക്കെ കണ്ടുപിടിച്ചു, പക്ഷേ എന്നത്തെയും പോലെ കുറ്റം വീണ്ടും ശാലിനിയുടെ തലയിൽ വന്നു, അവൾ വേറെ കഥയുണ്ടാക്കി, അമ്മ അത് വിശ്വസിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് അവർ ആ വീട്ടിൽ നടന്ന ആ സംഭവങ്ങളും കൂടി അർജുനോട് പറയുന്നുണ്ട്. അന്നേരം ഇതെല്ലാം പ്രീതി കാണുന്നതായിട്ട് പ്രീതിയെ കാണിക്കുന്നുണ്ട്, ചെവി ഇങ്ങനെ കൂർപ്പിക്കുന്നതായിട്ടും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് ഇന്നല്ലെങ്കിൽ നാളെ സത്യാമ്മ അറിയില്ലേ, സുസ്മിത തന്നെ ഇതൊക്കെ പറയേണ്ടി വരില്ലേ എന്നൊക്കെ അർജുൻ ചോദിക്കുകയാണ്. അന്നേരം അതൊന്നും അവൾ ചെയ്യില്ല, അതിനുള്ള ധൈര്യമൊന്നും അവൾക്കില്ല, ഇനിയിപ്പോൾ സത്യാമ്മ ഇതൊന്നും അറിയാതെ നോക്കാനേ നമുക്ക് കഴിയൂ എന്നൊക്കെ ശാലിനി പറയുകയാണ്. അന്നേരം അർജുൻ പറയുകയാണ്, അതല്ല, അതിൽ മറ്റൊരു അപകടം കൂടിയുണ്ട്, ഇതിപ്പോൾ നമ്മളാരും പറയാതെ പ്രീതിയുടെ അവസ്ഥ സത്യാമ്മ അറിയുകയാണെങ്കിൽ നമ്മൾ എന്തിനാ ഇത് മറച്ചു വെച്ചത് എന്നൊക്കെ ചോദിക്കില്ലേ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ഇത് നമ്മളായിട്ട് പറഞ്ഞാൽ സത്യാമ്മയെ കൂടി നമുക്ക് നഷ്ടപ്പെടും, നമുക്ക് സത്യാമ്മ ഇതൊന്നും ഇപ്പോൾ അറിയാതിരിക്കാനായിട്ട് പ്രാർത്ഥിക്കാനേ കഴിയൂ എന്നൊക്കെ ശാലിനി പറയുകയാണ്. ഇതിനിടയ്ക്കൊക്കെ സത്യാമ്മയും സുസ്മിതയും കൂടി കാറിൽ വരുന്നതും ചിത്രയും വസുമതിയും കൂടി അതിന് മുന്നേ കാറിൽ എത്താനായിട്ട് ശ്രമിക്കുന്നതും ഒക്കെ ഇടയ്ക്ക് മാറി മാറി ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഈ സംസാരിക്കുന്നത്, അർജുനും വിഷ്ണുവും ശാലിനിയും ഒക്കെ സംസാരിക്കുന്നത് പ്രീതി കേൾക്കുന്നുണ്ട്, ആ ചെവി ഇങ്ങനെ കൂർപ്പിക്കുന്നത് 2-3 തവണ നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്.
ഇനിയിപ്പോൾ സത്യാമ്മ കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിക്കട്ടെ. സത്യാമ്മയുടെ ജീവൻ വെച്ച് എന്തായാലും ഒരു റിസ്ക് എടുക്കാൻ വയ്യ. ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാമെന്ന് ശാലിനി പറയുകയാണ്. അന്നേരം പ്രീതിയുടെ അവസ്ഥയിൽ പ്രീതിയെ നോക്കി ആകെ സങ്കടപ്പെട്ട് അങ്ങ് കരഞ്ഞൊക്കെ വിഷ്ണു നിൽക്കുകയാണ്. വിഷ്ണു സ്നേഹത്തോടു കൂടി പ്രീതിയുടെ തലയിൽ ഇങ്ങനെ തലോടിയിട്ട് നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നോക്കി നിൽക്കുകയാണ് അർജുനും ശാലിനിയും ഒക്കെ. അന്നേരം അർജുൻ കുഞ്ഞിനെയും കൊണ്ട് പ്രീതിയുടെ അടുത്ത തലഭാഗത്തായിട്ട് തലയ്ക്കരികിലായിട്ട് കുഞ്ഞിനെയും കൊണ്ട് കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. അന്നേരം കുഞ്ഞിങ്ങനെ അർജുനെയൊക്കെ നോക്കിയ ശേഷം പ്രീതിയുടെ മുഖത്തേക്ക് ഇങ്ങനെ കൈവച്ച് അടിക്കാനായിട്ട് പോകുന്നുണ്ട്. പക്ഷെ അടിക്കുന്നില്ല. അത്രയും ആകുമ്പോൾ ആ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അന്നേരം പ്രീതി കണ്ണു തുറക്കുമോ അനങ്ങുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഡോക്ടർ പറയുന്നതുമൊക്കെ കേൾക്കാവുന്നതാണ്. ഓക്കെ, താങ്ക്